ഞാൻ ചോദിച്ചാൽ ഇതിൽ തന്നെ കേന്ദ്രീകരിച്ചിരുന്നല്ലോ. ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരു ടൈമിംഗ് ഉണ്ടല്ലേ. നമുക്ക് ഉള്ളപ്പോഴേ ഉള്ളൂ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടില്ല. ആ ഒരു ചിന്താഗതി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ റിലാക്സ് ചെയ്ത് ചെയ്യുന്നുള്ളൂ, എനിക്ക് വേറെ ഒന്നും വേണ്ട. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഉള്ളപ്പോഴുള്ളൂ വരുള്ളൂ എന്ന് ഒരു ചിന്താഗതി ഉണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് വരാനുള്ളതാണെങ്കിൽ അത് ഒന്ന് ചെയ്താലും വരും. നമ്മളിപ്പോൾ 4-5 ചെയ്ത് 5 പൊട്ടുന്നതും ഒരെണ്ണം ചെയ്ത് അത് കയറി ക്ലിക്ക് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ നമ്മൾ നമുക്ക് വരാനുള്ളത് ആ ഒരെണ്ണത്തിൽ വരും, വരാൻ വിധിച്ചതാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അത്രയും ഉറച്ച് വിശ്വസിച്ചതും അതുപോലത്തെ റിസൾട്ട്സ് ഇപ്പോൾ വരുന്നതും. എനിക്ക് തോന്നുന്നു ദീപക് ദേവ് എടുത്താൽ പൊങ്ങില്ല. എമ്പുരാൻ അത്ര ഹൈപ്പിലേക്കാണോ? ദീപക് ദേവ് എടുത്താൽ ഇത് പൊങ്ങുമെന്നൊരു ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ചില ആളുകൾക്ക്. അത് ശരിയായിരിക്കാം. ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് എവിടെയാണെന്നോ, മറ്റ് സ്റ്റേറ്റുകളിൽ പോയപ്പം ആ ട്രെയിലർ കഴിഞ്ഞിട്ട് മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞു അത് സാമ്പിൾ വെടിക്കെട്ടാന്ന് പറഞ്ഞു. അല്ല, അതിപ്പോൾ പല ആൾക്കാർക്ക് കാലം മാറുന്നതിനനുസരിച്ച് ഓഡിയൻസ് ടേസ്റ്റ് മാറും. അത് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഞാൻ റെഗുലറായിട്ട് വരുന്ന ഒരാളല്ല. വല്ലപ്പോഴും വന്ന് ഒരു പടം ചെയ്ത് അവിടെ ഒരു മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു പക്ഷേ റെഗുലറായിട്ട് ചെയ്യാതിരിക്കുന്നത് പടം വരാത്തത് കൊണ്ടാണെന്നുള്ള തെറ്റിദ്ധാരണയാവാം. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഓഡിയൻസിനെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർ കുറച്ച് നാൾ ഒരു സാധനം അടുപ്പിച്ച് കേൾക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടും. ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെയധികം പൃഥ്വിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്നെ അത് ഓർമ്മിപ്പിക്കായിരുന്നു. ഞാനത് സേഫ് ഗെയിമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റൈൽസ് ഇപ്പം ഇതായിരിക്കും ഓഡിയൻസിന് ഇഷ്ടം എന്ന് പ്രതീക്ഷിച്ച് ഞാൻ സ്റ്റൈൽസ് ചെയ്യുമ്പോൾ പൃഥ്വിയുടെ അല്ല, നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ആ ഐഡൻറ്റിറ്റി ഒരിക്കലും മാറ്റരുത്. ആ ഐഡൻറ്റിറ്റിക്കാണ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കുന്നത്. ആ ഐഡൻറ്റിറ്റി എനിക്ക് പടത്തിൽ എല്ലായിടത്തും കിട്ടണം. എപ്പോഴും എക്സാമ്പിളായിട്ട് പറയുന്നത് ഉറുമിയാണ്, ഉറുമിയും ലൂസിഫറും. ഇപ്പോൾ ലൂസിഫറും എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, ആദ്യം ലൂസിഫർ കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ EDM ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ലൂസിഫർ ഇപ്പോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അത് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഐഡൻറ്റിറ്റി വിടരുത് എന്നുള്ളൊരു സംഭവം പറഞ്ഞത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഈ ലൂസിഫറും ഇതും വെച്ച് നോക്കുമ്പോൾ രണ്ട് രീതിയാണ് മ്യൂസിക് അല്ലേ? എപ്പോഴും രണ്ട് രീതിക്കാണ്. ആണെങ്കിൽ കൂടെ അതിൽ നിന്നും കുറേ സംഭവങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഉറപ്പാണ്, കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെയും ഇവിടത്തെയും ഏറ്റവും വിഷയം നമ്മൾ സിനിമ ഉണ്ട്, നമ്മൾ ആ പഴയ ലൂസിഫർ ഇതിനകത്തേക്ക് കയറ്റിയിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിന് വേറെ ആരുമാണ് തിയേറ്ററിൽ പിന്നെയും കിട്ടും. അപ്പൊ അത്തരം ഒരു സാധനം ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ കമ്പോസിംഗിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്റ്റീഫൻ ആയിട്ട് വരുന്ന സ്ഥലത്ത് സ്റ്റീഫൻ്റെ സിഗ്നേച്ചേഴ്സ് അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പറയാൻ അവിടെയാണ് കേട്ടോ നമ്മളൊക്കെ ഏറ്റുനിന്ന് കൈയടിച്ച്, ഞാനൊക്കെ ഏറ്റുനിന്ന് പോയത് അവിടെയാണ് കേട്ടോ. കാരണം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നത് ഒരു വികാരമായിട്ട് മാറിയ ആൾക്കാർക്ക്. അപ്പോൾ സ്റ്റീഫനെ നമ്മൾ സിഗ്നേച്ചറായിട്ട് ആ പടത്തിൽ എങ്ങനെ കാണിച്ചോ ആ സിഗ്നേച്ചേഴ്സ് ഒന്നും വിട്ടുപോകാതെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് എഡിറ്റിങ്ങിനൊക്കെ മുമ്പ് ആ ഡിസ്ക് കിട്ടിയല്ലോ, അത് കഴിഞ്ഞിട്ട് എത്ര നാളിരുന്നു നമ്മളൊന്ന് ചെയ്യാൻ? എനിക്ക് ഇടയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, ഷൂട്ടിംഗ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതെ, ഇത് ഓരോ പ്രാവശ്യം അവിടെ ഷൂട്ട് ചെയ്ത റഷസ് അയച്ചു തരുമ്പോൾ കാണുമ്പം നമുക്കൊരു പേടിച്ചു പോകാന്ന് പറയില്ലേ. കാരണം ഞാനത് മുമ്പേ എൻ്റെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് CG ഒന്നും ചെയ്യാതെ തന്നെ സാധാരണ വണ്ടി പൊളിക്കുന്നതും ഇതൊക്കെ CGയിൽ ചെയ്താണ് കണ്ടിട്ടുള്ളത്. ഇത് ആ ലൊക്കേഷനിലിട്ട് എക്സ്പ്ലോഷൻസും ആക്സിഡൻസും എല്ലാം കാണിക്കുന്ന സമയത്ത് അത് ശരിക്കും അവർ അത്രയും പോസ്റ്റിലേക്ക് വെക്കാതെ ക്ലീനായിട്ട് തന്നെ അവരത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം വിഷ്വൽസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ അപ്പോൾ ചിലപ്പോൾ പൃഥ്വി എൻ്റെ അടുത്ത് പറയും എനിക്കിതിന് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ്, നമ്മളുടെ ബേസിക് ടെംപ്ലേറ്റ് ഇതാണ്, അപ്പോൾ ഈ സ്ഥലത്ത് സൗണ്ട് എഫക്ട്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അതുകൊണ്ട് ഒരു പടത്തിൽ ഒരു ഭാഗം മ്യൂസിക് കംപ്ലീറ്റ് നിർത്തി വെറും സൗണ്ട് എഫക്ട്സ് ഉണ്ട്, ഒരു 2.5 മിനിറ്റോളം. അപ്പോൾ ആ 2.5 മിനിറ്റ് നമുക്ക് ആ മ്യൂസിക് മാറി സൗണ്ട് എഫക്ട്സ് വരുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മ്യൂസിക് വരുന്നത്. അപ്പോൾ ആ ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സ്ഫോടനവും കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമുക്ക് അവിടെ പ്യൂർ സൗണ്ട് എഫക്ട്സ് ആണ്, അവിടെ മ്യൂസിക് ചെയ്ത് സമയം പോരുത്, അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.